മീർഖാന്റെ വരവ് നൈസായിരുന്നു, ഒന്നും പറയാനില്ല. നമുക്കറിയാലോ രജനീകാന്തിന്റെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തൊണിയൻസും പിന്നെ ഹലോ ഗൈസ്, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമാണ്. പിന്നെയും നമ്മൾ വന്നിരിക്കുകയാണ് പുതിയ വ്ളോഗായിട്ട്. 4ാമത്തെ വ്ളോഗാണെന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് ഡ്യൂട്ടി ദുബായിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് കൂലി കാണാൻ പോകുന്നുണ്ട്. സിനിമ രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന്. നോക്കണം എങ്ങനെയുണ്ട് സിനിമ എന്നൊക്കെയുള്ള കാര്യം ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നമ്മളിപ്പം ദുബായ് ഫൈനാൻഷ്യൽ സെൻറ്റർ ആ ഭാഗത്താണ്. കാണിക്കാം, വെയിറ്റ്. ഇതാണ് ഏരിയ വരുമ്പോൾ. കണ്ട സീനല്ലേ കാണാൻ? ഇതാണ് ഏരിയ. വേർത്ത് കുളിച്ച്, സത്യം പറഞ്ഞു ഈ കണ്ണാടിയുടെ ഒന്നും ആവശ്യമില്ല. വേർത്തു കുളിച്ച് ഇനി അവിടെ ചെന്നൊന്ന് മോഹം കഴിയണം. എന്താ ചൂടാണ്. മൈ ഗാഡ്. എന്തായാലും പോലീസ് നമുക്ക് വൈകിട്ടാകുമ്പോൾ ഞാൻ വരാം. അങ്ങനെ പിന്നെ ഹലോ ഗൈസ്, വർക്ക് കഴിഞ്ഞ് ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇനി നേരെ കൂലി കാണാൻ പോകുന്നതിൻ്റെ ഒരു തിരക്കില്ല. ഇമാതിരി ട്രാഫിക് ആട്ടാ. ഇവിടെ വരത്തില്ല, അപ്പുറത്തെ സൈഡ് നോക്കിയാൽ അതാണ് മെയിൻ റോഡ്. നോൾ കാർഡ് റീചാർജ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പോയിട്ടുണ്ട്, മിക്കവാറും തിരിച്ചു വരും സാധനം. ഇതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. ഇതാണ് ഗൈസ് നമ്മുടെ ബസ്. കയറി പോണം. ഇനി നമ്മൾ ഫുൾ ഓട്ടോ ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഫുള്ള് ആദ്യം മുതലേ ഓട്ടോ ആയിരുന്നു. അവിടുന്ന് തുടങ്ങി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഓട്ടത്തോടെ ഓട്ടം. സമയം പോകുമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഈ വൈകിട്ടാകുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും. ഒരുമാതിരി ഹ്യൂമിഡിറ്റി കാരണം ഇനി ഇരുണ്ട കാലാവസ്ഥയായി. വൈകിട്ടായപ്പോഴത്തെ നല്ല ചൂടാണ്. എൻ്റെ ഈ ക്യാമറയൊക്കെ ഒരുമാതിരി ഫോഗ് പിടിച്ച പോലെ. ഒരുമാതിരി ഈ വെള്ളമയം പിടിക്കത്തില്ലേ, നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കും. ആ ചൂടും പിന്നെ ആ ഹ്യൂമിഡിറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇതാവണം. എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കുളിക്കണം, നനയ്ക്കണം, എന്നിട്ട് നേരെ ഇറങ്ങണം. എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയെന്നും പറയും. നോക്കാം എന്താവുന്നു. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ എന്തായാലും ഫുഡിൻ്റെയൊക്കെ വ്ലോഗ് തുടങ്ങും. കുറച്ച് സിനിമാറ്റിക്സും കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്ത് വെച്ചേക്കുക. ഹലോ ഗൈസ്, നമ്മൾ കൂലിയൊക്കെ കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇനി സബ്വേന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഇനി നേരെ വീട്ടിൽ പോയി കുളിക്കുക, കിടന്നുറങ്ങുക. അത് തന്നെ പരിപാടി. കൂലി നല്ല പടമായിരുന്നു, ഒന്നും പറയാനില്ല. രജനീകാന്ത് പടം എന്ന് പറയാം. അങ്ങനെ കാണാൻ പോവാണെങ്കിൽ പോവാം. നൈസാ പടം. സബ്വേ കൊള്ളാൻ കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല സാധനം. നമ്മൾ കൂലീൻ്റെ കാര്യം പറഞ്ഞ് അവസാനം അമീർ ഖാന്റെ വരവ് നൈസായിരുന്നു, ഒന്നും പറയാനില്ല. ഓൾറെഡി ട്രെയിലറിലും എല്ലാം ഉള്ളതാണ് അമീർ ഖാന്റെ ആ ഒരു വരവ്. എല്ലാവർക്കും അറിയുന്നതും കാര്യമാണ്. അതുകൊണ്ട് പിന്നെ മെയിനായിട്ടും പറയണം. നമുക്കറിയാലോ രജനീകാന്തിന്റെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ വെച്ച് പോകുന്നതല്ല, ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെ. എന്തായാലും നല്ല പടമായിരുന്നു. എല്ലാവരും പോയി കാണുക, സെറ്റാണ്, ഒന്നും പറയാനില്ല. നീ ഫുഡ് കഴിക്കുന്നതായിരിക്കും. എന്താ പറഞ്ഞേക്കണേ, എന്തുവാന്നറിയില്ല. ആദ്യമായിട്ട് ഞാൻ സബ്വേയിൽ കയറണേ. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തു കഴിക്കേണ്ട ഫുഡാണ്, എന്നാലും ഇത് വായി കയറത്തില്ല ഒറ്റ ഒരു ഇതിൽ. ഓരോന്നോരോന്ന് വെച്ച് കഴിക്കും. പിന്നെ തൊണിയൻസും പിന്നെ മൊസറല്ല ചീസ്, പിന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് കയറിയിട്ടുണ്ട്, പിന്നെ ടൊമാറ്റോ, പിന്നെ എന്തോ
കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, മയണൈസ്, പിന്നെ എന്നാ ഇതെന്തോ പറഞ്ഞായിരുന്നു, ഇത് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ പെപ്പറോണി, പിന്നെ നമ്മുടെ ചിക്കൻ. നമ്മുടെ ചിക്കനാ മെയിനായിട്ടും ഇത് ചെയ്തത്. പെപ്പറോണി ബീഫല്ലേ, നൈസാണ്. നമ്മൾ അവരുടെ ഓൾറെഡി ഉള്ള ഇതൊന്നും അല്ല എടുത്തത്, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുമായിരുന്നു. നൈസാണ്, ഒന്നും പറയില്ല. എത്ര രൂപയായി ഇതിന്? 49. അപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനിയും ഇറങ്ങുക. ഇതാണ് വണ്ടി. ഇനിയും നേരെ വീട്ടിലോട്ട്. ഇപ്പോൾ കുളിക്കണമല്ലോ, അതാണ് ഏറ്റവും വലിയ മെനക്കേട് ഈ രാത്രി സമയമായിട്ട്. ഞാൻ സിറ്റി സെൻറ്റർ, ഞങ്ങൾ അജ്മാൻ സിറ്റി സെൻറ്ററിലാണ് വന്നത്. സിറ്റി സെൻറ്റർ ഞാൻ കാണിക്കാം, കേട്ടെ. ഇതാണ് കേസ് നമ്മുടെ അജ്മാൻ സിറ്റി സെൻറ്റർ. ഒരു 1.5 ഏക്കർ സാധനമാണ്. ആദ്യമായിട്ട് ഇവിടെ വരണേ, അജ്മാൻ സിറ്റി സെൻറ്റർ. അതാ എൻ്റെ എൻട്രൻസ്. ഞങ്ങളിവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വന്ന് ഒരു 10 ദിർഹംസിന് ഒരു കുറച്ച് 2 പേര് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് കഴുകി വൃത്തിയാക്കി സെറ്റപ്പാക്കി. ഇവിടെ ഹോണ്ട സിവിക്. ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇനിയും നേരെ പോയി കുളിച്ച് കിടന്നുറങ്ങാൻ പോയി. നാളെ ദുബായി പോകണം. അപ്പം ബൈ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് ഇനിയും അടുത്തൊരു വ്ളോഗായിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ചിലപ്പം കാണും. അടുത്ത ഫുഡിൻ്റെ എന്തെങ്കിലും സെറ്റാക്കണം. കുറച്ച് കടയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.